ഏതു നിമിഷവും നിലംപൊത്താറായ വീട്ടിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഒരു അമ്മയും മകനും. ചെങ്ങന്നൂർ പാണ്ടനാട് വിനിൽ ഭവനിൽ നിർമ്മല കുമാരിക്ക് മകൻ വിനിലിനുമാണ് ഈ ദുരിത ജീവിതം. ലൈഫ് പദ്ധതിയിൽ പരിഗണിക്കപ്പെട്ടെങ്കിലും അവരുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായില്ല. എന്റെ 2018 പോയ വീടാണിത്. മൊത്തം മുങ്ങിക്കിടന്ന വീടാണിത്. മഹാപ്രളയത്തിൽ ദുരിതം ഏറ്റവും അധികം പെയ്തിറങ്ങിയ അതേ പാണ്ടനാട് നിന്ന് തന്നെയാണ് ഈ നിലവിളി. പറയാനുള്ളിടത്തൊക്കെ പറഞ്ഞിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല. സജി ചെറിയാൻ ഇതുവരെ കടത്തു അമ്പലത്തിന്റെ ഒരു പരിപാടിക്ക് വന്നതിനെ വിളിച്ച് ഞാൻ ഇവിടെ കയറ്റി കാണിപ്പിച്ചു. ഞാൻ നിവേദനവും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അതിനെപ്പറ്റി ഒന്നും വന്നിട്ടില്ല. പഞ്ചായത്തിലും ചെന്നു ഞാൻ അവിടെയും കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ലിസ്റ്റിലുണ്ട്, കിട്ടണമെന്ന് പറയുന്നല്ലാതെ കൊണ്ട് ഒന്നും ആരും വന്ന് കാണുന്നില്ല. 2020 വീടിന് മുകളിലേക്ക് മരം വീണതോടെ ദുരിതം ഇരട്ടിയായി. വെള്ളം വീഴാതെ ഇരിക്കാൻ വലിച്ചു കെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ദ്രവിച്ചടർന്നു. കിടക്കാൻ ആകെയുള്ളത് ഒറ്റ മുറി മാത്രം. ഒരു റൂമിലാണ് ഞാനും എൻ്റെ മോനും കൊച്ചും എല്ലാം കൂടെ കിടക്കുന്ന ഒരു റൂമിലാണ്. ഈ വെള്ളം കയറി മൊത്തം വെള്ളം അതിനകത്തിലോട്ടാണ് വരുന്നത്. ശുചിമുറി ഉൾപ്പെടെ ശോച്യാവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോഴും ഈ വീടിൻ്റെ ഓരോ ഭാഗത്തായിട്ട് വീഴുന്ന കണ്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും വന്നിത് കണ്ട്, വാർഡ് മെമ്പർമാർ എല്ലാ മെമ്പർമാരും വന്നിത് കണ്ട് വില്ലേജിൽ ഞങ്ങൾ അപേക്ഷ 2 പ്രാവശ്യം കൊടുത്തതാണ്. ഇതുവരെ അതിന് ഒരു ഇതും വന്നിട്ടില്ല. അപ്പൊ എത്രയോ അവർക്കൊരു വീടാണ്, ഒരു കിടക്കാടമാണ് ആവശ്യം. തിരുവല്ലയിലെ സ്വകാര്യ ബാങ്കിൽ വിനിൽ സെക്യൂരിറ്റി ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് അഭ്യർത്ഥന. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.